പരീക്ഷണങ്ങളെ മറികടക്കുവാനുള്ള വിശ്വാസം എന്ന ശീർഷകത്തോടെ ഇന്ന് നമുക്ക് ദൈവവചനം പഠിക്കാം. ജോസോൻ രാജവംശത്തിൽ ഒരുമിച്ചു യാത്ര ചെയ്യുകയും കച്ചവടവസ്തുക്കൾ വിൽക്കുകയും ചെയ്തിരുന്ന രണ്ടു വ്യാപാരികൾ ഉണ്ടായിരുന്നു. ഈ രണ്ട് വ്യാപാരികൾക്കും വ്യത്യസ്ത വ്യക്തിത്വമായിരുന്നു. ഒരാൾ ഒരുപാട് പരാതിപ്പെടുന്നവനും പക്ഷേ മറ്റേയാൾ ശുഭാപ്തി വിശ്വാസിയുമായിരുന്നു. ഒരാളെ ശുഭാപ്തി വിശ്വാസി എന്ന് ഞാൻ പരാമർശിക്കുമ്പോൾ അവർ നിഷ്കളങ്കരായ ആളുകളാണെന്നോ കാര്യങ്ങൾ ശരിയായി ചെയ്യുവാൻ കഴിയാത്തവരാണെന്നോ ഞാൻ അർത്ഥമാക്കുന്നില്ല, മറിച്ച് ഒരു സാഹചര്യം നേരിടുമ്പോൾ പരാതിപ്പെടാത്ത ഒരാളെയാണ് അവർ എന്ന് ഞാൻ പരാമർശിക്കുന്നത്. രണ്ട് വ്യാപാരികൾക്കും വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഉള്ളതിനാൽ അവർ പരസ്പരം നന്നായി പൂരകമാകുന്നതായി തോന്നി. ഒരു ചൂടുള്ള വേനൽക്കാല ദിവസം അവർക്ക് വളരെ ഉയരമുള്ള ഒരു കുന്നിൽ കയറേണ്ടി വന്നു. കാറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കുന്നിന് മുകളിലൂടെ മാത്രമേ ഓടിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ കാറുകളില്ലാത്തതിനാൽ അവർക്ക് അതിലൂടെ നടക്കേണ്ടി വന്നു. അയ്യോ, ഈ ചൂടുള്ള കാലാവസ്ഥ കാരണം എനിക്ക് വിയർക്കുന്നു എന്ന് ഒരുപാട് പരാതിപ്പെടുന്ന ആ വ്യാപാരി പറഞ്ഞു. നമ്മൾ ശരിക്കും ഈ കുന്നിൻ മുകളിൽ കയറേണ്ടതുണ്ടോ? കുന്നിന്റെ മറുവശത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പരാതിപ്പെട്ടു. എന്നിരുന്നാലും ശുഭാപ്തി വിശ്വാസമുള്ള വ്യക്തി അത് അങ്ങനെ കണ്ടിരുന്നില്ല. സുഹൃത്തേ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ആ ഗ്രാമത്തിൽ കച്ചവടവസ്തുക്കൾ വിൽക്കുവാൻ ഏത് വ്യാപാരിയാണ് ഈ കുന്നിൻ മുകളിലേക്ക് കയറുന്നത്? ഇന്നുവരെ അവിടെ ഒരു വ്യാപാരി പോലും പോയിട്ടില്ലല്ലോ. നമ്മൾ പോയാൽ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നതെല്ലാം തീർച്ചയായും വിൽക്കുവാൻ സാധിക്കും. ഈ കാലാവസ്ഥ നമുക്ക് ഒരു അനുഗ്രഹമല്ലേ? ഈ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വളരെ വ്യത്യാസമുള്ളതാണ്. ഒരാൾ വരുവാൻ പോകുന്ന വേദനകളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. മറ്റൊരാൾ ബുദ്ധിമുട്ടുകൾ സഹിച്ചതിനു ശേഷം വരുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. ഇന്ന് ഈ രണ്ട് വ്യാപാരികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പരാമർശിക്കുന്നതിന്റെ കാരണം നമ്മുടെ പ്രിയപ്പെട്ട സിയോൻ അംഗങ്ങൾ അവരുടെ വിശ്വാസത്തിന്റെ പാതയിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നതുകൊണ്ടാണ്. ഇതു സംബന്ധിച്ച യേശു സ്വയം അവിടുത്തെ വാക്കുകൾ നമുക്ക് നൽകി. ആരെങ്കിലും യേശുവിന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ എന്താണ് വഹിക്കേണ്ടത്? യേശുവിനെ അനുഗമിക്കാത്തവർ ക്രൂശ് ചുമക്കേണ്ടതില്ല എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ക്രൂശിനെ അഭിമുഖീകരിക്കും. വിവിധതരം ക്രൂശുകൾ നമുക്ക് നൽകപ്പെടുമ്പോൾ ഈ ക്രൂശ് മൂലം ഞാൻ പീഡിപ്പിക്കപ്പെടുകയും കഷ്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും പരാതിപ്പെടുകയും ചെയ്താൽ നാം പരാജയപ്പെടും. എന്നിരുന്നാലും കഷ്ടങ്ങൾക്കു ശേഷം വരുന്ന പ്രതിഫലങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നവർ ഒരിക്കലും അത്തരം കാര്യങ്ങൾ പറയുകയില്ല. അടുത്തതായി എന്താണ് വരുവാനിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ എപ്പോഴും പുഞ്ചിരിക്കും. സ്വർഗരാജ്യം നമുക്കു വേണ്ടി കാത്തിരിക്കുന്നു. മാത്രമല്ല, ദൈവം നമ്മെ സ്വർഗത്തിലെ രാജകീയ പുരോഹിതവർഗമാക്കും എന്ന വാഗ്ദാനവും നൽകിയിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ ഞാൻ അവിടേക്ക് പോകുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. ദൈവം സ്വർഗരാജ്യത്തിൽ അവിടുത്തെ മക്കൾക്കായി ഒരു സ്ഥലം ഒരുക്കുകയും മക്കൾക്കായി കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഈ ലോകത്ത് നാം സഞ്ചാരി ആയതിനാൽ അല്പസമയത്തിനു ശേഷം നാം ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട്. നമ്മൾ ഒരൊറ്റ മുറിയിലാണോ അല്ലെങ്കിൽ മഹത്തായ ഭവനത്തിലാണോ ജീവിക്കുന്നതെങ്കിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഇതെല്ലാം നാം കടന്നുപോകുന്ന സ്ഥലങ്ങൾ മാത്രമാണ്. ഒരു സഞ്ചാരിയെപ്പോലെ ജീവിക്കുന്ന വിശ്വാസികളുണ്ട്, മറ്റുള്ളവർ അലഞ്ഞു നടക്കുന്നവനെ പോലെ ജീവിക്കുന്നു. ഒരു സഞ്ചാരി നാളെ വീടുവിട്ട് പോവുകയാണെങ്കിൽ പുതപ്പ് നേർത്തതാണോ, അലങ്കാരം ആഡംബരപരമാണോ, ചുവർ ലളിതമാണോ എന്നത് പ്രശ്നമല്ല. അതിനു കാരണം അവർ നാളെ പുറപ്പെടുന്നു എന്നതാണ്.
എന്നിരുന്നാലും അലഞ്ഞുതിരിയുന്നവർ വ്യത്യസ്തരാണ്. ഒരാൾ ഈ ഭൂമിയെ തങ്ങളുടെ നിത്യവാസസ്ഥലമായി കരുതുന്നുവെങ്കിൽ അവർ എല്ലാറ്റിനെക്കുറിച്ചും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. അയാളുടെ വീട് എന്റേതിനേക്കാൾ മികച്ചതാണ്, അവന്റെ സ്ഥാനം എന്റേതിനേക്കാൾ മികച്ചതാണ്. അവർ എല്ലായ്പ്പോഴും താരതമ്യങ്ങൾ ചെയ്യുന്നതിനാൽ ഈ ലോകത്തിലും അവരുടെ വിശ്വാസത്തിലും അവർക്ക് വിജയം നേടുവാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ശുഭാപ്തി വിശ്വാസമുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. രാത്രി കഴിഞ്ഞാൽ പുലർച്ചെ വരികയും പുലർച്ചെ ഉദിക്കുകയും ചെയ്യാറില്ലേ? തണുത്ത ശീതകാലം കഴിഞ്ഞാൽ ഊഷ്മള വസന്തം മടങ്ങിവരില്ലേ? ഫോർസിതിയ ചെറി പൂക്കളും എല്ലായിടത്തും വസന്തകാല പൂക്കൾ വിരിയുന്നത് കാണുമ്പോൾ അയ്യോ, കഴിഞ്ഞ ദിവസം മഞ്ഞു പെയ്തു, എന്നിട്ടും വസന്തം വീണ്ടും വന്നിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എല്ലാവരോടുമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും എന്നേക്കുമായി നിലനിൽക്കുന്നില്ല. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം പരിമിതമാണ്. അത് നീണ്ടതോ നിത്യമായതോ അല്ല. ഈ ഭൂമിയിലെ തങ്ങളുടെ സമയത്തെ ഒരു സഞ്ചാരിയുടെ സമയമായി കാണുന്നവർ ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടുന്നില്ല. ചുവർ മോശമായിരുന്നാലും പരാതിപ്പെടേണ്ട ആവശ്യമില്ല. ഒരു രാത്രിത്തെ ഉറക്കത്തിനു ശേഷം അടുത്ത ദിവസം വീടുവിട്ട് പോകുന്നതിനാൽ അത് അവനു എന്നേക്കുമായി ജീവിക്കുന്ന കഴിയുന്ന സ്ഥലമല്ല, ശരിയല്ലേ? പരാതിപ്പെടുന്നവർ പിറുപിറുക്കുകയും പ്രയാസങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അത്തരമൊരു പ്രയാസകരമായ സാഹചര്യത്തെ ഞാൻ വീണ്ടും കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? എന്നിരുന്നാലും ശുഭാപ്തി വിശ്വാസിയായ വ്യാപാരി ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുന്ന ഈ കുന്നിൽ ഞാൻ കയറിയാൽ തീർച്ചയായും ആ ഗ്രാമത്തിലെ ആളുകൾ എന്റെ എല്ലാ കച്ചവടവസ്തുക്കളും വാങ്ങും. എല്ലാവരോടുമായി ഈ മനോഭാവത്തോടെ നാം കുന്നിന്മേൽ കയറിയാൽ അത് ഒരിക്കൽ പോലും ബുദ്ധിമുട്ടുള്ളതായി തോന്നുകയില്ല. ഇന്ന് ഇത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. മുൻകാല സഭയുടെ കാലത്ത് വെല്ലുവിളികളെ മറികടക്കുവാൻ അപ്പോസ്തലന്മാർക്ക് ഏതുതരം വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോസ്തലനായ പൗലോസിന് 1 അടി 5 വട്ടം ലഭിച്ചു, എന്നാൽ ജീവന്റെ കിരീടം തനിക്ക് നൽകപ്പെടുമെന്ന് അവൻ വിശ്വസിച്ചു. അതിനാൽ തീക്ഷ്ണതയോടെ ഓടിയെത്തിയ മുൻകാല സഭയിലെ വിശുദ്ധന്മാരുടെ ജീവനുള്ള ഉദാഹരണങ്ങളെക്കുറിച്ച് നാം വായിക്കുക മാത്രമല്ല, അവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ജീവിതം നയിക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കുകയും ഞാനും നിങ്ങളും അവരുടെ കാൽപ്പാടുകളെ പിന്തുടരുകയും ചെയ്യണം. നമുക്ക് റോമർ അധ്യായം 8:5 തിരിയാം. ജഡത്തിൽ ജീവിക്കുന്നവർ ഈ ഭൂമിയെ തങ്ങളുടെ നിത്യവാസസ്ഥലമായി കാണുന്നു. ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന വിദേശികളുടെ അതേ വീക്ഷണകോണിൽ നിന്ന് അവർ ഈ ഭൂമിയിലെ ജീവിതത്തെ വീക്ഷിക്കുന്നില്ല. നമുക്ക് റോമർ 8:5 നോക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. നാം ഒരു ആത്മീയ ജീവിതം നയിക്കുവാനായി സ്വയം സമർപ്പിക്കുന്നു. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ആത്മീയ ജീവിതം നയിക്കുന്നവർ ലൗകികമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും ആ വീക്ഷണകോണിൽ നിന്ന് വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ അവർ നശിക്കപ്പെടുന്നു. 5 വീണ്ടും നോക്കാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത എന്നത് എന്താണ്? മരണം. ആ പാത പിന്തുടരുന്നവർക്ക് മരണമല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത. മനസ്സ് ജഡത്താൽ ഭരിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അത് നമ്മെ ദൈവത്തിന്റെ ശത്രുക്കളായിത്തീരുന്നതിലേക്ക് നയിക്കുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ദയവായി എന്നതിനു മുമ്പ് ഒരു വാക്ക് വിട്ടുപോയിരിക്കുന്നു. അത് ഒരിക്കലും അല്ല എന്നാണ്.
അത്തരം ആളുകൾക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. വാക്യം 9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുവരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. മുൻനിരയിൽ പ്രവർത്തിക്കുന്ന വിശുദ്ധന്മാരായാലും സഭപരിപാലകനായാലും നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കുന്ന കുന്നുകളും തടസ്സങ്ങളും ഘടകങ്ങളും തീർച്ചയായും ഉണ്ടാകും. നാം അത്തരം കാര്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നാം എപ്പോഴാണ് അവിടെ എത്തുക എന്ന് നാം പരാതിപ്പെടരുത്. പകരം നാം അത്യുജ്വലമായ ഭാവിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ചില ആളുകൾ യാത്രയുടെ അവസാനത്തിൽ ലഭിക്കുന്ന സ്വർഗത്തിലെ നിധികൾ പ്രതീക്ഷിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ പാതയിലൂടെ നടക്കുന്നു. മറ്റുള്ളവർ ഇപ്പോഴത്തെ കഷ്ടങ്ങളെക്കുറിച്ചും അയ്യോ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ മരിക്കുവാൻ പോകുന്നു എന്ന് ചിന്തിക്കുന്നു. ഒടുവിൽ രണ്ടാമത്തെ കൂട്ടർ ഒരിക്കലും മുകളിൽ എത്താതെ തന്നെ പരാജയപ്പെടും. അത്തരമൊരു മനോഭാവത്തോടെ അവർക്ക് ഒരിക്കലും ഉയരങ്ങളിലെത്തുവാൻ സാധിക്കില്ല. വളരെ വിലപ്പെട്ട ഒരു നിധി കുന്നിൽ ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക. ആരാണ് ആ കുന്നിൻ മുകളിൽ കയറുവാൻ ആഗ്രഹിക്കാത്തത്? നടക്കുവാൻ കഴിയാത്തവർ പോലും അവിടെ പറന്നെത്തും. പറക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ശക്തി എന്താണ്? അത് സ്വർഗീയ മാതാവ് നമുക്ക് നൽകുന്ന സ്വർഗരാജ്യത്തിനായുള്ള പ്രത്യാശയല്ലേ? ആ മഹത്വം നോക്കിക്കൊണ്ട് നാം സുവിശേഷത്തിന്റെ പാതയിലൂടെ നടക്കേണ്ടതുണ്ട്. അയ്യോ ഇന്നത്തെ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ആ കുന്ന് കയറിയാൽ തീർച്ചയായും ഞാൻ ഒരുപാട് വിയർക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? ആ കുന്നിന് പുറത്ത് നിരവധി ആളുകൾ സ്നാനമേൽക്കുവാൻ കാത്തിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ പടികൾ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുള്ളതാവില്ല. നമുക്ക് 13-ാം വാക്യം നോക്കാം. അധ്യായം 8 വാക്യം 13. നിങ്ങൾ ജഡത്തെ അനുസരിച്ചു ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. വാക്യം 16. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവുദാനം നമ്മുടെ ആത്മാവോടു കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ. നമ്മൾ എന്താണ് പങ്കുവെക്കേണ്ടത്? ക്രിസ്തുവിന്റെ ജീവിതം പിന്തുടരുന്ന ഏതൊരാളും അനുഭവിക്കേണ്ട ഒന്നാണ് കഷ്ടം. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. വാക്യം 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സു വിചാരിച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടങ്ങൾക്ക് വിലയില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമുക്ക് ഈ വിശ്വാസം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടുകളെയും ചിന്തകളെയും നോക്കുന്നതിനു പകരം ഞാൻ ഇത് വീണ്ടും പരിഹരിക്കേണ്ടതുണ്ടോ? ഈ വമ്പിച്ച ഭാരം ഞാൻ എങ്ങനെ വഹിക്കും? ഈ വമ്പിച്ച ഭാരം ഏറ്റെടുക്കുന്നതിലൂടെ അനേകരെ ഈ പാതയിലേക്ക് നയിക്കുവാൻ എനിക്ക് കഴിയും എന്ന് നാം ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന മഹത്വവുമായി താരതമ്യം ചെയ്യുവാൻ യോഗ്യമല്ലെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഈ വിശ്വാസത്തോടെയും മനോഭാവത്തോടെയുമാണ് മുൻകാല സഭയിലെ വിശുദ്ധന്മാർ സുവിശേഷം നിറവേറ്റിയിരുന്നത്. പൗലോസിനെ ചാട്ടവാർ കൊണ്ട് 40 വട്ടം അടിക്കുകയും വടികൊണ്ട് അടിക്കുകയും കല്ലുകൾ എറിയുകയും ഒരു രാവും പകലും കടലിൽ ചെലവഴിക്കുകയും ചെയ്തു. അവൻ അപകടം നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു എങ്കിലും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് അവനെ തടയുവാൻ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല. അവൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിച്ചത്? ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്ന മഹത്വത്തെ നോക്കിയതുകൊണ്ട് അവൻ വിശ്വാസത്തിന്റെ പാതയിലൂടെ നടന്നു. വിശ്വാസമുള്ളതിൽ നാം എല്ലാവരും അഭിമാനിക്കുന്നു. എന്നിട്ടും വിശ്വാസം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ എനിക്ക് എങ്ങനെ വീണ്ടും ആ പാതയിൽ നടക്കുവാൻ കഴിയും എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നു. നിരവധി നിധികൾ നമ്മെ കാത്തിരിക്കുന്നു.
ഈ രണ്ട് തരം ആളുകൾക്കിടയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ ദൗത്യം നിറവേറ്റുന്നതിന് നമുക്കു എന്തൊക്കെ സ്വഭാവസവിശേഷതകൾ ഉണ്ടായിരിക്കണം എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് പരാജയപ്പെടുന്നവർ ഉടനടി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തികളാണ്. ഏതൊരു ശ്രമത്തിലും ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും എളുപ്പത്തിൽ നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. അതേസമയം വിജയിക്കുന്നവർ എപ്പോഴും തങ്ങളുടെ കഠിനാധ്വാനത്തെയും പരിശ്രമത്തെയും തുടർന്ന് ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. നമ്മുടെ എല്ലാ സിയോൻ അംഗങ്ങളും പരാജയപ്പെട്ടവരായി ദൈവസന്നിധിയിൽ പ്രത്യക്ഷപ്പെടില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സുവിശേഷത്തിലായാലും മറ്റെന്തിലായാലും നാം എല്ലാവരും തീർച്ചയായും ദൈവമുമ്പാകെ വിജയികളായി അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്നവരായി മാറണം. അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രത്തിൽ നമുക്കു ഇതിനെക്കുറിച്ച് ഹ്രസ്വമായി പരിശോധിക്കാം. നമുക്ക് 2 കൊരിന്ത്യർ 11 അധ്യായം 22 നോക്കാം. അവർ എബ്രായരോ? ഞാനും അതെ. അവർ ഇസ്രായേല്യരോ? ഞാനും അതെ. അവർ അബ്രാഹമിന്റെ സന്തതിയോ? ഞാനും അതെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ? ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ അധികം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി. അനവധി അടികൊണ്ടു. പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നു കുറയെ 40 അടി 5 വട്ടം കൊണ്ടു. 3 വട്ടം കോലിനാൽ അടികൊണ്ടു. ഒരിക്കൽ കല്ലേറുകൊണ്ടു. 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്കു ദിവസേന സൽവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആർ ബലഹീനനായിട്ടു ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ആർ ഇടറിപ്പോയിട്ടു ഞാൻ അഴലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ചു ഞാൻ പ്രശംസിക്കും. നമുക്ക് കാണുവാൻ സാധിക്കുന്നതുപോലെ അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൽ അവൻ തണുത്തവനായും നഗ്നതയും അനുഭവിച്ചു സുവിശേഷം പ്രസംഗിക്കുന്നതിനാൽ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടവനുമായിരുന്നു. എന്നിട്ടും അവൻ നിരന്തരം ദൈവവചനം ജനങ്ങളുമായി പങ്കുവച്ചു. കാരണം അവർ ജീവന്റെ വചനം സ്വീകരിക്കുമ്പോൾ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും എന്നതുകൊണ്ടാണ്. മാത്രമല്ല, നരകത്തിനു പകരം അവർക്ക് നിത്യസ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനാണ്. ഓരോ വ്യക്തിക്കും സ്വർഗരാജ്യം നൽകുന്നതിന്റെ സന്തോഷം പൗലോസിന് ഒരു വലിയ നിധിയായി കണക്കാക്കപ്പെട്ടു. അടുക്കളയിൽ ഓരോ ശബ്ദത്തിലും സഹപരിപാലകന്റെ ഭാര്യ അംഗങ്ങൾക്കായി രുചികരമായ ഭക്ഷണം തയ്യാറാക്കുന്നു. അതിന് വളരെയധികം പരിശ്രമം ആവശ്യമാണെന്ന് എനിക്കറിയാം. കാലാവസ്ഥ ചൂടുള്ളതാണെങ്കിൽ ഒരു അടുപ്പിനടുത്ത് നിൽക്കുന്നത് വളരെ വലിയ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും ഈ ശ്രമങ്ങളുടെ അവസാനത്തിൽ നഷ്ടപ്പെട്ട നമ്മുടെ സ്വർഗീയ കുടുംബാംഗങ്ങൾ പിതാവിന്റെയും മാതാവിന്റെയും അടുക്കലേക്ക് മടങ്ങുന്നു. ഭൂമിയിൽ സുവിശേഷം പൂർത്തിയാകുന്ന ദിവസം നാം എല്ലാവരും ദൈവത്തിന്റെ ആത്മീയ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുകയും നമ്മുടെ സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെ സഭപരിപാലകരും അവരുടെ ഭാര്യമാരും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. ഓരോരുത്തരും സ്വന്തം കുന്നുകളിലും ഉയർന്ന പർവ്വതങ്ങളിലും കയറുന്ന കയറ്റം തുടർന്നു കൊണ്ടിരിക്കുന്നു. ആരോഹണത്തിനൊടുവിൽ ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നിമിത്തം പൗലോസിന് അടിയേറ്റത് സഹിക്കേണ്ടി വന്നു. 1 കുറയെ 5 തവണ 40 ചാട്ടവാറടി. തണുപ്പിലും നഗ്നതയിലും വിശപ്പിലും ആയിരുന്നിട്ടും അവൻ സുവിശേഷം പ്രസംഗിക്കുന്നത് ഒരിക്കലും നിർത്തിയിരുന്നില്ല. അവസാനം പൗലോസ് എന്താണ് പറഞ്ഞത്? ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കി. ഞാൻ എന്റെ കടമ പൂർത്തിയാക്കി. ഇപ്പോൾ നീതിയുടെ കിരീടം എനിക്കായി അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. ഞാൻ അത് കാണുകയും അതിലേക്ക് ഓടുകയും ചെയ്തു. ദൈവത്തിന്റെ ശക്തി എത്ര അത്ഭുതകരമാണ്!
ദൈവം അവിടുത്തെ വചനത്താൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും മുകളിൽ വെള്ളവും താഴെ വെള്ളവും അവയിലുള്ള സകലവും സൃഷ്ടിക്കുകയും ചെയ്തു. എന്നിട്ടും ശാസ്ത്രം ഇതുവരെ കണ്ടെത്താത്ത നിരവധി വശങ്ങളുണ്ട്. ഇത് ശരിക്കും നിഗൂഢമാണ്. ഈ അത്ഭുതങ്ങൾ ചെയ്ത ദൈവം അവിടുങ്കിലേക്ക് തിരിയുവാൻ മനുഷ്യരാശിയുടെ ഹൃദയത്തോട് ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് ഇത് വളരെ എളുപ്പമുള്ള ഒരു ദൗത്യമാണിത്. എന്നിരുന്നാലും നമ്മുടെ വീക്ഷണകോണിൽ ഇത് ബുദ്ധിമുട്ടുള്ളതായും വെല്ലുവിളി നിറഞ്ഞതായും നമുക്ക് തോന്നുന്നു. നമ്മുടെ എല്ലാ സിയോൻ അംഗങ്ങളും ദൈവം അനുവദിച്ച മഹത്തായ ഭാവിയെ ഉറ്റുനോക്കണം. ഈ പർവ്വതത്തെ എനിക്ക് എങ്ങനെ മറികടക്കുവാൻ കഴിയും എന്ന് ചിന്തിക്കാതെ ആ നിമിഷത്തിന്റെ വേദനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പൗലോസ്, പത്രോസ്, മുൻകാല സഭയിലെ വിശുദ്ധന്മാർ എന്നിവരെ പോലെ അതിനെ ജയിക്കുന്നതിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്ന മഹത്വത്തിലും അനുഗ്രഹങ്ങളിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എബ്രായർ അധ്യായം 11 ഈ ലോകം യോഗ്യമല്ലെന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് അത് പറയുന്നത്. അവരുടെ വിശ്വാസം ബുദ്ധിമുട്ടുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നില്ല. അവരുടെ ദൈനംദിന ജീവിതത്തിൽ വജ്രങ്ങളെക്കാൾ വിലയേറിയ ദൈവത്തിന്റെ വാഗ്ദാനത്തോടൊപ്പം അതിനെ മറികടക്കുന്നതിന് ശേഷം അനുഗ്രഹങ്ങളും മഹത്വവും ലഭിക്കുമെന്ന പ്രതീക്ഷ അവർ നിലനിർത്തി. അത്തരം ആളുകളിലൂടെ ദൈവം സന്തോഷിച്ചുവെന്ന് എഴുതിയിരിക്കുന്നു. ഈ വിശ്വാസമാർഗം പിതാവിനെയും മാതാവിനെയും പ്രസാദിപ്പിക്കുന്നു. ഇന്നും അനേകം അംഗങ്ങൾ ഉത്സാഹത്തോടെ ഈ പാതയിലൂടെ നടക്കുന്നു. എന്നിരുന്നാലും ഒരു ക്രിയാത്മകമായ വിശ്വാസമുണ്ടായിരിക്കുവാൻ നാം എല്ലാവരും പുനർജനിക്കണം. നമുക്ക് എബ്രായർ 11 അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് 6 വാക്യം നോക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ വിശ്വാസമില്ലാതെ എങ്ങനെയായിരിക്കും? അത് തീർച്ചയായും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ടു ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായിത്തീർന്നു. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിയൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് നാം ഉടനടി അതിനെ പണിയുവാൻ തുടങ്ങില്ലേ? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും നാം ആമേൻ എന്ന് പറയുകയും മുന്നോട്ടു പോകുകയും വേണം. എന്നിരുന്നാലും എഴുത്തുകളിലൂടെ മാത്രം നമുക്ക് അനുഭവപ്പെടുന്ന നോഹയുടെ സാഹചര്യം യഥാർത്ഥത്തിൽ നമ്മോട് കൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിൽ വ്യത്യാസം വളരെ വലുതായിരിക്കും. പല അംഗങ്ങളും ഇത് ബുദ്ധിമുട്ടായി കണക്കാക്കും. എനിക്ക് അത് എങ്ങനെ ചെയ്യുവാൻ കഴിയും എന്നതുപോലുള്ള ഉത്കണ്ഠാജനകമായ ചിന്തകൾ ഉണ്ടാകാം. അതായിരുന്നു 10 ചാരന്മാർ ചിന്തിച്ചത്. ഇസ്രായേലിന്റെ അനുഭവപരിചയമില്ലാത്ത സൈന്യത്തെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ തൊട്ടുമുന്നിലുള്ള അജയ്യമായ യെരിഹോ കോട്ട പിടിച്ചെടുക്കുവാൻ കഴിയും? അവർ നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് അസാധ്യമാണെന്ന് അവർക്ക് തോന്നി. അവർ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും മറന്നിരുന്നു. ദൈവം നമുക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമുക്ക് മുമ്പിലുള്ള ബുദ്ധിമുട്ടുകളെയും കേന്ദ്രീകരിക്കുകയും മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്തിരുന്നവരെ പോലെ നാം ആകരുത്. ആ ദൗത്യത്തിന് പിന്നിൽ നമ്മുടെ പിതാവും മാതാവും നൽകിയ വാഗ്ദാനമുണ്ട്. അവിടുന്ന് എല്ലാ കാര്യങ്ങളിലും നമ്മെ സഹായിക്കുന്നു. ലോകാവസാനം വരെ നമ്മെ സഹായിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തതിനാൽ ദൈവം നമ്മെ ഒഴിവാക്കുമോ? എബ്രായർ അധ്യായം 11 നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നോക്കുമ്പോൾ പോലും നോഹയുടെ കാലത്തെ ജനങ്ങളോട് ഒരു പെട്ടകം പണിയുക എന്ന് പറഞ്ഞിരുന്നെങ്കിലും മിക്കവാറും ആളുകളും എളുപ്പത്തിൽ അത് പിന്തുടർന്നിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നോഹയുടേതുപോലുള്ള വിശ്വാസമുള്ള ആരും ഇല്ലാതിരുന്നതിനാലേ ദൈവം ഈ അപേക്ഷ നോഹയോട് പ്രത്യേകമായി അറിയിച്ചത്. 11 അധ്യായം 24 വാക്യം തുടരാം. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മറിച്ച് അതൊരു താൽക്കാലിക കഷ്ടങ്ങളാണ്. ആ കഷ്ടങ്ങൾക്കു പിന്നിൽ
പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തെ ദൈവം വെളിപ്പെടുത്തുമെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. ദൈവം അവിടുത്തെ ജനത്തിന് ദേശം നൽകുമെന്ന് അവൻ വിശ്വസിച്ചതിനാൽ ഈജിപ്തിലെ പാപപൂർണമായ ആനന്ദങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ അവരോടുകൂടെ സഹിക്കുന്നതിൽ അവൻ കൂടുതൽ സന്തോഷം കണ്ടെത്തി. വാക്യം 26. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ദ വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അവൻ എന്തിലേക്കായിരുന്നു നോക്കിയിരുന്നത്? പ്രതിഫലം. നാം ആ കുന്നിൽ കയറിയാൽ അനന്തമായ അനുഗ്രഹങ്ങളും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുമെന്ന പ്രത്യാശ നമുക്കുണ്ടാകണം. അങ്ങനെ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള നിധികൾ നേടുവാൻ കഴിയും. ആത്യന്തികമായി അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിന് നാം വിശ്വാസത്തോടെ സുവിശേഷ ദൗത്യം നിർവഹിക്കണം. നമ്മുടെ സുവിശേഷമല്ലാതെ ലോകത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു സുവിശേഷമില്ല. അതുകൊണ്ട് ഈ പ്രവൃത്തി ആരാണ് ചെയ്യേണ്ടത്? നാം ഈ പ്രവൃത്തി ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട വേലയെക്കുറിച്ച് ഖേദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് എങ്ങനെ നേടാനാകും എന്ന് ഭയപ്പെടുകയും ചിന്തിക്കുകയും വേണം. നിങ്ങൾ സത്യം സ്വീകരിക്കുമ്പോൾ 1-2 ആളുകൾ മാത്രമേ ആ പാതയിലൂടെ നടന്നിട്ടുള്ളൂ. എന്നിരുന്നാലും താമസിക്കാതെ കൂടുതൽ ആളുകൾ ആ പാതയിലൂടെ നടക്കും. ദൈവം അവരെ അയച്ചിരിക്കുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന ചുമതലകൾ ലോകത്തിലെ മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കുത്തനെയുള്ള കുന്നിനെ പോലെ തോന്നിയേക്കാം. എന്നിരുന്നാലും അവർ അവരുടെ കുന്നിന്മേൽ കയറിയാലും അവർ ഒന്നും നേടുന്നില്ല. എന്നാൽ നമ്മുടെ കുന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് മുറിച്ചു കടന്നാൽ എന്ത് സംഭവിക്കും? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യ മനസ്സും ദൈവം നമുക്കായി ഒരുക്കിയ ലോകത്തെ ഗർഭം ധരിച്ചിട്ടില്ലാത്തതും സന്തോഷം നിത്യമായതു എന്നേക്കുമുള്ളതും ആയിരിക്കും. അത്തരമൊരു ലോകം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ലേ? 40 വർഷത്തെ യാത്രയിൽ 10 ചാരന്മാരോടൊപ്പം പിറുപിറുത്ത 6 ലക്ഷം ഇസ്രായേല്യരും എന്തിനാലാണ് നശിച്ചു പോയത്? കാനാനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനം അവർ മറന്നതിനാലായിരുന്നു അത്. നമുക്ക് ഇതേക്കുറിച്ച് ഓർമ്മിക്കാം. നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രത്യാശയില്ലേ? സ്വർഗരാജ്യം നമ്മെ കാത്തിരിക്കുന്നില്ലേ എന്ന് മാതാവ് എപ്പോൾ പറയുമ്പോഴും ഈ വാക്കുകൾ അവിടുന്ന് നമുക്ക് നൽകുമ്പോഴെല്ലാം അവ എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. നാം സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നുന്നു. നാം കുറച്ചു കൂടുതൽ കഴിച്ചുകൊണ്ട് ജീവിച്ചാലും കുറച്ച് കഴിച്ചുകൊണ്ട് ജീവിച്ചാലും സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എബ്രായർ 11-ാം അധ്യായം നമുക്ക് നോക്കാം. അധ്യായം 11 വാക്യം 32 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇനി എന്ത് പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംഷോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ചു വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ് അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയിർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയിർത്തെഴുന്നേൽപ്പു ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യം ഏറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചെങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേർ ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകം എന്തായിരുന്നു? അത് യോഗ്യമായിരുന്നില്ല. അവരുടെ വിശ്വാസം എവിടെ നിന്നാണ് വന്നത്? അവർ ഈ ലോകത്തെ മാത്രം നോക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിശ്വാസം അവരിൽ ഒരിക്കലും കാണുമായിരുന്നില്ല. ദൈവം കുന്നിനു പുറകിൽ ഒരുക്കിയിരുന്ന സ്വർഗരാജ്യത്തിന്റെ അമൂല്യനിധി കണ്ടെത്തുവാൻ കഴിയുന്നത്ര വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നു. മുകളിലേക്കുള്ള പാത കുത്തനെയുള്ളതാണെങ്കിലും അത് ബുദ്ധിമുട്ടുള്ളതോ ഭയപ്പെടുത്തുന്നതോ അല്ലായിരുന്നു.
അത് നമ്മുടെ പ്രത്യാശ അവിടെയുള്ളതുകൊണ്ടാണ്. നമ്മൾ എന്ത് നേരിട്ടാലും മുമ്പ് പരാമർശിച്ച പിറുപിറുക്കുന്ന വ്യാപാരിയെപ്പോലെ നിരന്തരമായ പരാതികളുമായി വിശ്വാസത്തിന്റെ പാതയിൽ നടക്കുന്നതിനു പകരം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വത്തിൽ എപ്പോഴും നമ്മുടെ കണ്ണുകൾ പതിപ്പിച്ചുകൊണ്ട് ഒന്നുമല്ല എന്ന മട്ടിൽ നമുക്ക് കുന്നിൻ മുകളിലേക്ക് കയറുവാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അനുഗ്രഹീതമാണ്. നിങ്ങൾ ലോകത്തെ രക്ഷിക്കുകയും അന്ധകാരത്തെ വെളിച്ചമാക്കി മാറ്റുകയും ചെയ്യുന്നു. അത്തരം മഹത്തായ പ്രവൃത്തി ചെയ്യുന്നവർക്ക് പരാതിപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ കുന്നുകളും ഇടർച്ചക്കല്ലും വഴിയിൽ നാം നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളും ഉണ്ടാകും. ഇത്തരം സാഹചര്യങ്ങൾ നേരിടുമ്പോഴെല്ലാം നിരന്തരം പിറുപിറുക്കുന്നവരായി മാറുന്നതിനു പകരം ഇതെല്ലാം സഹിച്ചതിനു ശേഷം മരണമോ വിലാപമോ വേദനയോ ഇല്ലാത്ത മഹത്വകരമായ ലോകത്തിൽ എന്നേക്കും വാഴുവാൻ പിതാവും മാതാവും നമ്മെ അനുവദിക്കുമെന്ന വാഗ്ദാനത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ഇതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ. അതിനാൽ ഈ വർഷം എല്ലാ സിയോണുകളും സുവിശേഷത്തിന്റെ പൂർത്തീകരണത്തിന്റെ സന്തോഷകരമായ വാർത്ത സ്വർഗീയ മാതാവായ പുതിയ യെരൂശലേമിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ വർഷമാക്കി മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാം പരിശുദ്ധാത്മായുഗത്തിലെ ദൈവത്തിന്റെ മക്കളാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രകാശം സ്വീകരിക്കുന്നത് അവിടുത്തെ ആദ്യ വരവിനേക്കാൾ 7 മടങ്ങ് ശക്തമാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെയും ശക്തിയുടെയും 1/7 മാത്രം ലഭിച്ചവർക്കു പോലും ലോകം അർഹിക്കാത്തത്ര മനോഹരമായ വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങളും കൃപയും ലഭിച്ചു, എന്നിട്ടും നിങ്ങളുടെ ചിന്തകൾ ഇത്ര ആഴമില്ലാത്തതും ഇടുങ്ങിയതുമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് അവർ നമ്മോട് പറഞ്ഞാൽ എന്തു ചെയ്യും? ഇത് കേൾക്കുന്നത് നാം ഒഴിവാക്കേണ്ടതല്ലേ? വേദന നശ്വരമാണ്, എന്നാൽ വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴെല്ലാം നാം വളരെ സന്തുഷ്ടരും ആഹ്ലാദഭരിതരുമാണ്. അത്തരം വിശ്വാസത്തോടെ നാം സിയോണിലെ വിശിഷ്ട മക്കളായി തീരുകയും നമുക്ക് സ്വർഗീയ പിതാവിന് സന്തോഷം കൊണ്ടുവരുവാനും സ്വർഗീയ മാതാവിനെ അഭിമാനിപ്പിക്കുവാനും കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതോടെ ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.